ഹലോ ഓൾ, നമ്മളെ +2 ഫിസിക്സിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, റിലേഷൻസ് എല്ലാം വരുന്ന ഒരു ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതുവരെ നമ്മൾ പഠിച്ചതിൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും കുറച്ച് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഗ്രാഫ് ഒക്കെ കടന്നു വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണല്ലോ? ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 200 ohm resistor is connected in series with a 5 microfarad capacitor. The voltage across the resistor is given by an equation. So VR is equal to 1.20 V cos 2500 radian per second എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇക്വേഷൻ നമുക്കറിയാം. AC voltage or AC current is represented by a sine or cos function. ബിക്കോസ് അത് വേരിയിങ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വോൾട്ടേജ് ഈക്വൽ ടു 100 അല്ലെ 500 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ടൈമിനനുസരിച്ച് വേരിയിങ് ആണ് നമുക്കറിയാം. സോ അങ്ങനെ ഒരു വോൾട്ടേജ് ഈ ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ്? ഒരു കപ്പാസിറ്ററിലൂടെ AC വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ അവിടെ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുക. ഇറ്റ്സ് ആക്ച്വലി റെസിസ്റ്റൻസ്, വേറെ ഒന്നുമല്ല, റെസിസ്റ്റൻസ് തന്നെയാണ്. റെസിസ്റ്റൻസ് കപ്പാസിറ്ററിലൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുക. സോ ലെറ്റ്സ് സീ, നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസിന് ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. യുനോ, കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് വെച്ചല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. മീൻസ് R ലെറ്റർ നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് അല്ല R വെച്ചാണല്ലോ, ക്യാപിറ്റൽ R. ഇവിടെ X ആണ്, XC എന്ന് പറയും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. XC is equal to, ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം, 1 divided by C ഒമേഗ. XC is equal to 1 by C ഒമേഗ. ഈ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ capacitance is equal to 5 microfarad ആണ്. So I can write that as 5 into micro 10 to the power minus 6 farad ആണ്. എല്ലാ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് വേ. ഇനി എനിക്ക് വേണ്ടത് ഒമേഗയാണ്. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇവിടെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തിട്ടില്ല. ബട്ട് വി നോ വോൾട്ടേജിന്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ I know V is equal to V0 സൈൻ അല്ലെ കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, സോ നമുക്കതിന് സിമിലർ ആയിട്ട് ഒരു ഇക്വേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. VR ഈസ് ഈക്വൽ ടു 1.220 കോസ് 2500 റേഡിയൻ പെർ സെക്കൻഡ് ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ക്ലിയർ അല്ലേ? ഒമേഗയുടെ വാല്യൂ എത്രയൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ബോത്ത് ദ ഇക്വേഷൻസ് ഇഫ് ഐ എം കമ്പയറിങ്, ഐ എം ഗെറ്റിംഗ് ഒമേഗ ഈസ് ഈക്വൽ ടു 2500 എന്ന് കിട്ടി. ഇനി ഈസി അല്ലേ, ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 divided by C is 5 into 10 to the power minus 6 and omega is 2500. ഓക്കെ, ഡിവൈഡ് ചെയ്യണം. സോ 1 divided by 5 into 25, 125 ആണെന്ന് എനിക്കറിയാം. പവർ നോക്കിക്കഴിയുമ്പം 2, 2000, 10 to the power minus 6ഉം 10 സ്ക്വയറും വരും. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് as 1 divided by 125 into 10 to the power minus 4, and I can write as 1 by 125 is 0.008 into 10 to the power minus 4. So I am getting 80 എന്ന് കിട്ടും അല്ലേ? So I am getting 80 ohms എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ നമ്മൾ XC ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്താൽ ഇറ്റ് ഈസ് ആക്ച്വലി റെസിസ്റ്റൻസ്. സോ യൂണിറ്റിനൊന്നും ഒരു ചേഞ്ച് ഇല്ല, റെസിസ്റ്റൻസ് തന്നെയാണ്, ഓം ആണ് യൂണിറ്റ്. ഓക്കെ ആണല്ലോ? ഇതേപോലെ തന്നെ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഉണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ചോദിച്ചിട്ടുണ്ട്, ബോർഡ് എക്സാമിന് എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫക്റ്റീവ് വോൾട്ടേജ് VRMS റിലേറ്റഡ് ടു പീക്ക് വോൾട്ടേജ് V0 ബൈ. നമ്മൾ AC പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം VRMSഉം V0യും രണ്ട് സെയിം അല്ല. V0 എന്ന് വെച്ചാൽ ഒരു AC വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ, മാക്സിമം വോൾട്ടേജിനെ V0 എന്ന് വിളിക്കും. VRMS എന്ന് പറയുന്ന ഇഫക്റ്റീവ് വോൾട്ടേജ് ആണ്. അതിന് നമ്മളൊരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. VRMS എന്നുള്ളത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതായത് ഒരു സർക്യൂട്ടിലൂടെ AC കറണ്ടും DC കറണ്ടും ഫ്ലോ ചെയ്യുന്നു, സെയിം സർക്യൂട്ടിലൂടെ.
DC current പ്രൊഡ്യൂസ് ചെയ്ത സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണ്ട AC കറണ്ടിനെയാണ് നമ്മൾ IRMS അല്ലെ AC വോൾട്ടേജിനെ VRMS എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചതിനോ VRMS ഈസ് ഈക്വൽ ടു V0 ബൈ √2. 1 ബൈ √2ന്റെ വാല്യൂ നമുക്കറിയാം. √2ന്റെ വാല്യൂ 1.414. ഓക്കെ, സോ 1 ബൈ 1.414 നമ്മൾ ഒരുപാട് ഏരിയാസിൽ കണ്ടിട്ടുണ്ട്. സോ 0.707 V0 എന്ന് കിട്ടും. സോ വി ആർ ഒബ്റ്റെയിനിങ് ദ ഫസ്റ്റ് ഓപ്ഷൻ. കറക്റ്റ് അല്ലേ? VRMS ഈസ് ഈക്വൽ ടു 0.707 V0 അല്ലെങ്കിൽ V0 ഡിവൈഡഡ് ബൈ √2. ഓക്കെ ആണല്ലോ? സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. സോ നമ്മൾ മാക്സിമം കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ സൈൻ, കോസ്, അങ്ങനെ നമ്മുടെ ട്രിഗ്നോമെട്രിക് റിലേഷൻസും ഇതിൽ ഡെറിവേഷനിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, ബട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. നമുക്ക് ഒരേ പാറ്റേണിലാണ് റെസിസ്റ്റീവ് AC സർക്യൂട്ട്, കപ്പാസിറ്റീവ് AC സർക്യൂട്ട്, ഇൻഡക്റ്റീവ് AC സർക്യൂട്ട്. ഈ 3 സർക്യൂട്ടിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പവർ, ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഫേസർ ഡയഗ്രാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ പാറ്റേണിലാണ്. ഇത് 3 ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ LCR സർക്യൂട്ട്, അതിൻ്റെ ഒരു ഫേസർ ഡയഗ്രാം, 1-2 ഇക്വേഷൻസ്, ഓക്കെയാണ്. റെസൊണൻസ്, അങ്ങനെ പറഞ്ഞ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല AC. ഓക്കെ അല്ലേ? So moving on, an AC current I is equal to I0 sin omega t produces a certain heat H in a resistor R over a time t is equal to 2 pi by omega. Fine. Write the value of DC current that would produce the same heat as the same resistor. ആ സെയിം റെസിസ്റ്ററിലൂടെ സെയിം കറണ്ട്, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC കറണ്ടിനെയും DC കറണ്ടിനെയും കൂടെ റിലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ VRMSും IRMSും ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു പോയിന്റ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആ സെയിം പോയിന്റ് ഇവിടെയും വരിക, ബട്ട് ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് സീ, നോക്കാം. An AC current I equal to I0 sin omega t produces heat H in a given resistor. So I have to draw. So ഇതൊരു AC സർക്യൂട്ട്, AC വോൾട്ടേജ് നമ്മൾ ഇങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുക. So there is a resistor. AC voltage, AC current I is equal to I0 sin omega t. നമുക്കറിയാം. And it is passing, flowing through a resistor, a circuit having a resistor R over a particular time is given. Okay. ആ കേസിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് H ആണെന്ന് ഇവർ തന്നിട്ടുണ്ട് അല്ലേ? ഹീറ്റ് H. Hന്റെ ഇക്വേഷൻ നമുക്കറിയാം I² RT ആണ്. H is equal to I² RT. When an AC current is flowing, ആ കറണ്ട് എന്നുള്ളത് ഇഫക്റ്റീവ് കറണ്ടിനെ നമ്മൾ IRMS എന്ന് റെപ്രസെന്റ് ചെയ്യും. നിങ്ങൾക്കറിയാം IRMS² × RT എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് ഒരു AC കറണ്ടിലെ ACയുടെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്യുമല്ലേ? സോ അതിൻ്റെ ഒരു ഇഫക്റ്റീവ് വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി IRMS എന്ന് എടുക്കുകയാണ്. IRMS I0 ബൈ √2 നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. IRMS എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഈ ഒരു മാനറിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഹീറ്റ്, സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന AC-യിലും DC-യിലും സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC-യിലെ കറണ്ടിനെയാണ് IRMS എന്ന് പറയാം. സോ ആ ഒരു ഡെഫിനിഷൻ പക്കായിട്ട് അറിയാവുന്ന ആൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. അതർവൈസ് യു വിൽ തിങ്ക് ഇതെന്ത് സംഭവമാണ്, നമ്മൾ പഠിക്കാത്തതാണല്ലോ എന്ന് വിചാരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് എന്താ? റൈറ്റ് ദ വാല്യൂ ഓഫ് DC കറണ്ടാ ചോദിക്കുക. സോ സെക്കൻഡ് കേസ് ഐ എം കൺസിഡറിങ് എ DC കറണ്ട്. DC കറണ്ട് എന്ന് വെച്ചാൽ ഒരു സെൽ ഐ ക്യാൻ കൺസിഡർ. സെൽ ഈസ് കണക്റ്റഡ് അക്രോസ് എ റെസിസ്റ്റർ. ഓക്കെ ആണല്ലോ? സോ ഒരു സെല്ല് കണക്ട് ചെയ്തു, ഇത് ഒരു കറണ്ട് ആയി പാസ് ചെയ്യുന്നുണ്ട്. സോ DC കറണ്ടിനെ എനിക്ക് I0 സൈൻ കോസ് എന്നൊന്നും പറഞ്ഞ് എഴുതണ്ട. ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് I മതി, ബിക്കോസ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. DCയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പഠിക്കുന്നത് അല്ലേ? സോ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഈ കേസിലെ കറണ്ട് ഐ ക്യാൻ റൈറ്റ് H ഈസ് ഈക്വൽ ടു സെയിം കറണ്ട് എന്ന് ഇവർ പറയുന്നു, സെയിം ഹീറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് H ഈസ് ഈക്വൽ ടു I² RT. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയേ. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC കറണ്ടിൻ്റെയും AC കറണ്ടിൻ്റെയും റിലേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് DC. IDC എന്ന് ചുമ്മാ എഴുതാണേ. റെസിസ്റ്റൻസിനും ടൈമിനും ചേഞ്ച് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ സെയിം ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറും സെയിം ആണ്, സോ നോ ചേഞ്ച്. സോ HAC. ഫൈൻ.
So given that എന്താ ഇവർ പറഞ്ഞിരിക്കുന്ന സെയിം ഹീറ്റ് ആണ് HAC, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ AC is equal to ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ DC. ഇതങ്ങനെ സെയിം ആവണമെന്നില്ല, സെയിം ആവില്ല. ഈ പെർട്ടിക്കുലർ കേസിൽ സെയിം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സപ്പോസ് ഒരു 80 ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു AC പാസ് ചെയ്യുന്നു. ആ സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര എമൗണ്ട് ഓഫ് DC ആണ് നമ്മൾ അപ്പുറത്തെ സർക്യൂട്ടിൽ പാസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, so I can write IRMS square RT is equal to I square DC into RT. RT same ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം റെസിസ്റ്റൻസ് ആൻഡ് സെയിം ടൈം. So I can write IRMS square is equal to IDC, I square DC. Yeah. So I can write, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? IRMS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം I0 by root 2. So I can write I0 by root 2. This square is equal to IDC square. So അങ്ങനെയാണ് IDC എത്രയായിരിക്കും? IDC is equal to taking the square root, I am getting I0 by root 2. ഓക്കെ അല്ലേ? അതായത് AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, DC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC വാല്യൂവിനെ നമ്മൾ VRMS അല്ലെങ്കിൽ IRMS എന്ന് വിളിക്കുന്നു. കറണ്ട് ആണെങ്കിൽ IRMS, വോൾട്ടേജ് ആണെങ്കിൽ VRMS. ഓക്കെ അല്ലേ? സോ IDC എന്ന് പറയുന്നത് IRMS തന്നെ, I0 by root 2. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഡിഫൈൻ ദ ടേം RMS വാല്യൂ ഓഫ് ദി കറണ്ട്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പീക്ക് വാല്യൂ. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി. ഈ ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സി. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ സർക്യൂട്ട് containing a AC source, containing an AC source, or a resistor like this, or a resistor, and RMS value of current alle. So I can write I is equal to I0 sin omega t, sin or cos R. Okay, similarly same way I am drawing a circuit with DC. Okay, so resistor IDC. Okay, so I know when current is passing, whether it is AC or DC, it will produce heating effect. Joule's law of heating, നമ്മൾ 10th ലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, Joule's law of heating. So I know the equation of heat energy produced, H is equal to I square RT. Okay, ACയുടെ കേസിൽ എനിക്കറിയാം ACയുടെ വാല്യൂ എനിക്ക് I എന്ന് കൊടുക്കാൻ പറ്റില്ല, I0 ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് അത് I0യുടെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും പീക്കിലല്ല നിൽക്കുക, വാല്യൂ ഇസ് വേരിയിങ്. So I can write, ഇവിടെ എനിക്ക് H is equal to direct I square RT എന്ന് എഴുതാം, because its value is constant, കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. So I am saying, if DC current produces an amount of heat H, the same amount of heat produced by AC source when current of IRMS passing through it. ഒന്നുകൂടെ പറയാം. അതായത് ഇത്രേ ഉള്ളൂ, DC കറണ്ട്, DC സർക്യൂട്ടിൽ ഇവിടെ ഒരു H എന്ന് പറഞ്ഞ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC കറണ്ടിന്റെ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? IRMS എന്ന് ഡിഫൈൻ ചെയ്യും. സോ ദിസ് ഈസ് ദ വേ വി ആർ ഡിഫൈനിങ് IRMS. IRMS എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ അക്രോണിം ഓഫ് IRMS, റൂട്ട് മീൻ സ്ക്വയർഡ് വാല്യൂ. അതെനിക്ക് അറിയാമല്ലോ, റൂട്ട് മീൻ സ്ക്വയർഡ് വാല്യൂ. നമുക്ക് ഐ ക്യാൻ റൈറ്റ് ബോത്ത് ദ ഇക്വേഷൻസ്, ലൈക്ക് അതായത് IRMSന് കുറേ കറണ്ടിൻ്റെ വാല്യൂസ് ഇല്ലേ, നമുക്കറിയാം. കറണ്ട് സപ്പോസ് AC കറണ്ട് ഈസ് വേരിങ് ലൈക്ക് ദിസ്, ഒരു സൈൻ വേവ് ആയിട്ട് വേരി ചെയ്യാം. സോ ഇതിൻ്റെ മാക്സിമം വാല്യൂവിനെ ഞാൻ I0 എന്ന് വിളിക്കുന്നു. ഓരോ ഇൻസ്റ്റൻറ്റിൻ്റെയും വാല്യൂ, സപ്പോസ് ഇത് I1, അടുത്ത I2, അങ്ങനെ വാല്യൂ ഇങ്ങനെ വേരിയിങ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ദ, നമ്മൾ ഒരു ആവറേജ് എടുക്കത്തില്ലേ, ആ ഒരു ഫോമാറ്റിൽ. സോ I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് എക്സെട്ര IN സ്ക്വയർ ഡിവൈഡഡ് ബൈ N ആണ് IRMSൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ. ഇത് ആക്ച്വലി നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാ പോയിന്റിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് RMS വാല്യൂ എന്ന് പറയും. ഓക്കെ, or else I can write, ഏറ്റവും സിമ്പിൾ ആയിട്ട് I can write I0 by root 2. IRMS is equal to I0 by root 2. So 2 points we got. IRMS means DC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC കറണ്ടിനെ വി ആർ കോളിങ് ആസ് IRMS. And IRMS can be simply represented in terms of I0. IRMS is equal to I0 by root 2.
or else instantaneous values of current is given, you can write IRMS is equal to square root of I1 square plus I2 square plus etc. IN square divided by N എന്ന് എഴുതാം, ആവറേജ്. ഓക്കെ, മൂവ് ചെയ്യാലോ. ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പീക്ക് വാല്യൂ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ മൂവിങ് ഓൺ. Inductance of an inductor whose reactance is 120 ohm. So ഈ റിയാക്ടൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് എക്സ് സി അല്ല എക്സ് എൽ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എക്സ് സി കപ്പാസിറ്റീവ് റിയാക്ടൻസ്, എക്സ് എൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. സോ ഐ വിൽ റൈറ്റ് എക്സ് എൽ റെസിസ്റ്റൻസ് തന്നെ. എക്സ് എൽ ഈസ് ഗിവൺ വിച്ച് ഈസ് ഈക്വൽ ടു 80 അല്ല 120. സോ എക്സ് എൽ ഈക്വൽ ടു 120 ഓം. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി ഈസ് ഗിവൺ 80 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി. ഓക്കെ, 80 ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് യൂണിറ്റ് കാണുമ്പോൾ എനിക്കറിയാം 80 ഹെർട്സ് എന്നാ. സോ ഇറ്റ് ഈസ് ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ഒന്നും അല്ല. ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും. ഇവിടെ വെറുതെ ഫ്രീക്വൻസി ആണ്, സോ ഹെർട്സ് ആണ് യൂണിറ്റ്. ഫൈൻ. വാട്ട് ഐ നീഡ് ടു ഫൈൻഡ് ഇൻഡക്ടൻസ്. സോ നമുക്ക് ആദ്യം എക്സ് എല്ലിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കാം. എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു 1 ഡിവൈഡഡ് ബൈ സി ഒമേഗ. But XL is equal to L omega. XL is equal to L omega. XL is 120 ohm എന്ന് കൊടുത്തിട്ടുണ്ട്. And L ന്റെ വാല്യൂ I don't know. ഒമേഗ എന്ന് പറയുന്നത് അല്ല, ഫ്രീക്വൻസി is given. And I know omega is equal to 2 pi f. Omega is equal to 2 pi f. Yeah. ഒമേഗയുടെ വാല്യൂ 2 pi f. So let's substitute L into 2 pi into frequency is 80. So 120 is equal to L into 2 pi into 80. So divide, you will get L is equal to 120 divided by 160 pi. So cut anyway ഒരു decimal point വരും. Let's cancel. So 3 by 4 എന്ന് വരില്ലേ, 3 by 4 pi. So 3യും 3യും cancel ആയി. Approximately പൈയുടെ വാല്യൂ 3.14 എന്ന് എടുത്താലും I am getting 1 by 4 എന്ന് കിട്ടും. So it is less than 1 by 4. 1 by 4 ആണ് 0.25 വരും. So 0.25നേക്കാൾ കുറവായിരിക്കും. So I am approximately getting 0.24. 0.24 approximately I am getting the answer. Henry. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണല്ലോ. സോ ഞാൻ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തതെന്ന് വെച്ചാൽ 3യും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ. പൈയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 3.14. ഞാനത് 3 എന്ന് എടുത്തു, 3 ക്യാൻസൽ ചെയ്തു. സോ 1 by 4 ഐ എം ഗെറ്റിംഗ്. 1 by 4 ഈ 0.25 ആണ്. സോ 0.25നേക്കാളും കുറച്ചുകൂടെ സ്മോളർ വാല്യൂ. സോ 0.24 എന്ന് കിട്ടി. 0.25നോട് ഏറ്റവും ക്ലോസർ ആയിട്ട് വി ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ഓപ്ഷൻ 0.239 ഹെൻറി. ഓക്കെ ആണല്ലോ. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചായിരുന്നു അല്ലേ. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ ഇതേ സിമിലർ ആയിട്ടാണ് നമ്മൾ എക്സ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത്. എക്സ് സി ഈസ് ഈക്വൽ ടു 1 by c omega. മൂവിങ് ഓൺ. ഓക്കെ, a bulb and a capacitor are connected in series to an AC source of variable frequency. ഒരു ബൾബും കപ്പാസിറ്ററും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, സോഴ്സ് ഓഫ് വേരിയബിൾ ഫ്രീക്വൻസി. ദാറ്റ് മീൻസ് ആ സോഴ്സിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. How will the brightness of the bulb will change on increasing the frequency of AC source? ACയുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദി ബ്രൈറ്റ്നസ് ഓഫ് ദി ബൾബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഒരു തിയററ്റിക്കൽ, നമ്മളെ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ മജോറിറ്റി ന്യൂമറിക്കൽ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പേടിപ്പിച്ചല്ല. അതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസും കുറച്ച് കാൽക്കുലേഷൻസും ഉണ്ട്. ഇനി അതിൽ നിന്നൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ബോണസ്. നമുക്ക് നല്ല കാര്യമല്ലേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും ആക്യുറേറ്റ്ലി അറ്റൻഡ് ചെയ്യുക. എ ബൾബ് ആൻഡ് എ കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ ലെറ്റ് സി. ഫിഗർ വേണ്ട, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ബൾബ് ആൻഡ് എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ആൻ AC സോഴ്സ്. ഈ AC സോഴ്സിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസി വേരിയിങ്. നോർമലി നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഫ്രീക്വൻസി വേരിയിങ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 50 കൂട്ടാം, 60 ആക്കാം, 70 ആക്കാം. ലൈക്ക് ദാറ്റ് വി ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫ്രീക്വൻസി. ആൻഡ് ബൾബ് ഉണ്ട്. സോ വാട്ട് ഐ ക്യാൻ ഡു, ഇഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക,
What will happen to XC? നമുക്കറിയാം, when current is passing through a capacitor, capacitor offers a resistance, and that resistance we are calling as capacitive reactance, XC എന്ന് വിളിക്കും അല്ലേ. XC is equal to 1 divided by C omega. 1 divided by C omega is 2 pi f. ഇപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിയോ? ബൾബ് കത്തിയോ നമ്മുടെ കേസിലും? So now you can say XC is inversely proportional to frequency എന്ന് എനിക്ക് പറയാം, ബിക്കോസ് ഇവിടെ ഒരേ ഒരു വേരിയബിൾ ഫ്രീക്വൻസി ആണ്. കപ്പാസിറ്റൻസ് മാറുന്നില്ല, പിന്നെ ഒബ്വിയസ്ലി 2 പൈ, പൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ XC is proportional to 1 by frequency ആണ്. When frequency increases, from this relation I can easily say when frequency increases, XC decreases. So capacitor offer ചെയ്യുന്ന റെസിസ്റ്റൻസ് കുറയാണ് when I am increasing the frequency. Capacitive reactance is decreasing. So when capacitive reactance is decreasing means ഇവിടെ ആകെ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ, വേറെ റെസിസ്റ്റർ ഒന്നും കണക്ട് ചെയ്തിട്ടില്ലല്ലോ. So when XC decreases, what will happen? More current will flow through the bulb. Okay, റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കറണ്ട് കൂടും, കറണ്ട് നന്നായിട്ട് പാസ് ചെയ്യും. So brightness of the bulb increases. So current passing through the bulb increases. Hence I can say brightness increases. Okay ano? Bulb will glow with more brightness. Okay, so nalloru question aanalle. Resistance increase cheyunu. When XC increases, current, more current, XC decreases, more current will flow through it. More current, കൂടുതൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് വിൽ ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ. സോ എ സിന്ന് ന്യൂമറിക്കൽ മാത്രമല്ല, ലൈക്ക് ദിസ് ഇങ്ങനത്തെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ ആണല്ലോ. യാ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. എ പ്യുവർ ഇൻഡക്ടർ 20 millihenry is connected to a source of 230 volt. Fine inductive reactance and RMS current in the circuit. Frequency ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ചെയ്യാൻ അറിയാവുന്ന അതേ ഒരു ഫോമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡു. ഇൻഡക്റ്റീവ് എക്സൽ അല്ല, L ഗിവൺ അല്ലേ. L is equal to 20 millihenry. Inductance L is equal to 20 millihenry and voltage is 230. Fine, voltage is 230 volt and frequency is 50 hertz. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. ഫ്രീക്വൻസി എന്ന് പറയുകയാണ് 50 ഹെർട്സ് എന്നാണോ യൂണിറ്റ് എന്നൊന്ന് ചെക്ക് ചെയ്യുക. മേ ബി ദേ വിൽ ഗീവ് ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റൂല. ഫ്രീക്വൻസി ആണോ ആംഗുലർ ഫ്രീക്വൻസി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, so now what we inductive reactance. So I need to find XL. I know XL is equal to L omega. നമുക്ക് അറിയാം L is 20 millihenry. So 10 to the power minus 3. Here also I can write. ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ കൺവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, തെറ്റൂല. 10 to the power minus 3 Henry. Omega, I know omega is 2 pi f. So I can write 20 into 10 to the power minus 3 into 2 pi into 50. Okay അല്ലേ? So multiply ചെയ്താൽ മതി. ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാൽക്കുലേറ്റേഴ്സ് ഒന്ന് യൂസ് ചെയ്ത് യു ക്യാൻ സി 2 into 50 100 ആണ്. So 100 into ഈ സീറോയും കൂടി എടുക്കുമ്പോൾ 1000 ആണ്. So I am getting 2 pi into 1000. 1000 into 10 to the power minus 3. So I can easily write 2 pi. I am getting 2 pi is 2 into 3.14, 6.28. Okay, ohm. Okay അല്ലേ? നമ്മൾ കണ്ടോ, കാൽക്കുലേറ്റേഴ്സ് ഒന്ന് യൂസ് ചെയ്യാതെ ഈ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. 6.28 ohms. Now we want to find RMS value of current. IRMS കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. I0 ഒക്കെ തന്നിരുന്ന നമുക്ക് ഈസി ആയിരുന്നു. IRMS is equal to I0 by √2 എന്ന് എടുത്താൽ മതി. I0 not given. Instantaneous values of current തന്നിരുന്ന I can write root of I1 square plus I2 square divided by n ചെയ്യാം. അതും കൊടുത്തിട്ടില്ല. So IRMS I can simply write IRMS is equal to VRMS divided by resistance എന്ന് എഴുതാലോ. Ohm's law. I is equal to V by R. ACയുടെ കേസിൽ IRMS is equal to VRMS divided by R. And here the resistance is, I know, resistance എത്ര ഇവിടെ? XL ആണ് അല്ലേ? വേറെ റെസിസ്റ്റർ ഒന്നും ഇല്ലല്ലോ? ഇല്ല.
only the inductor is there. So inductive reactance മാത്രമേ ഇവിടെ ഉള്ളൂ. So VRMS divided by XL. VRMS എന്ന് പറഞ്ഞൊരു വാല്യൂ ഇപ്പോൾ കൊടുത്തിട്ടില്ലല്ലോ. എന്ത് ചെയ്യും? എ പ്യുവർ ഇൻഡക്ടർ കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് 230 വോൾട്ട് എന്ന് പറയാം. സോ എവിടെയാണ് ഇതിലെ VRMS? നിങ്ങൾക്കറിയോ, എ സിയുടെ വോൾട്ടേജ്, ഒരു എ സി കറണ്ടിൻ്റെയോ എ സി വോൾട്ടേജിനോ വെറുതെ അവർ എ സി വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൊടുത്തിരിക്കുകയാണ്. ഷുവർലി ഇറ്റ് വിൽ ബി VRMS വാല്യൂ. കറണ്ട് ആണെങ്കിൽ അത് IRMS ആയിരിക്കും. അതർവൈസ് ഇഫ് ദേ ആർ സ്പെസിഫൈങ് അബൌട്ട് പീക്ക് വാല്യൂ, അവർ ഉറപ്പായിട്ടും അത് മെൻഷൻ ചെയ്യും. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജീസ് അല്ലെ പീക്ക് വാല്യൂ ഓഫ് കറണ്ടീസ് എന്ന് പറഞ്ഞ് കൊടുക്കും. വെറുതെ ഒരു എ സി കറണ്ടോ എ സി വോൾട്ടേജോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷുവർ ആയിട്ടും ഇറ്റ് വിൽ ബി RMS വാല്യൂ. ഒന്നും നോക്കണ്ട, ദാറ്റ് ഈസ് RMS. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് 230 ഡിവൈഡഡ് ബൈ 6.28. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 6/20. 4 ഇല്ല, 3 വരും അല്ലേ? സോ 3, ദെൻ ഒരു 37 അപ്രോക്സിമേറ്റ്ലി വരുമോ? ഡിവൈഡ് ഇറ്റ് 6.28. 6 ആണെങ്കിൽ ഒരു 18, 18, 7, 70, ഒരു 37 approximately I am writing. So നമ്മൾ accurately ചെയ്യുമ്പോൾ I think we are getting 36.6 amperes നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഞാനിതൊരു അപ്രോക്സിമേറ്റ്ലി ഡിവൈഡ് ചെയ്തതാണ് 37. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതർവൈസ് സ്കൂളിലെ എക്സാം ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സൈഡിൽ കാൽക്കുലേഷൻസ് ചെയ്യുക. കാൽക്കുലേറ്റേഴ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അധികം ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അല്ലാതെ ചെയ്യാനായിട്ട് ഒരു മടി വരും. സോ മാക്സിമം ഡു ഇറ്റ് യുവർ സെൽഫ്. Okay, moving on, next question ചെയ്യാം. Okay, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണെന്ന് വെച്ചാൽ ചോദിക്കില്ല എന്നല്ല, ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ഒക്കെ ഒരുപാട് തവണ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒരു വലിയ ഡെറിവേഷൻ ചെയ്ത് നമുക്കൊരു 2 മാർക്ക് കിട്ടുന്നതല്ല, 3 മാർക്ക് കിട്ടുന്നതിലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് 1 മാർക്ക് കിട്ടുന്നത് നമുക്ക് ലാഭമല്ലേ? ലിറ്ററലി. So phase difference between voltage and current in a capacitor AC circuit ആണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റീവ് AC സർക്യൂട്ട് ആണ്. കപ്പാസിറ്റീവ് AC സർക്യൂട്ടിൽ കപ്പാസിറ്റീവ് AC സർക്യൂട്ടിലെ കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? സോ ഐ എം സെയിങ്, ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, π/2 ആണ്. ബട്ട് ഐ എം സെയിങ്, ഈ കപ്പാസിറ്റീവ് AC സർക്യൂട്ടോ റെസിസ്റ്റീവ് AC സർക്യൂട്ടോ ഇൻഡക്റ്റീവ് AC സർക്യൂട്ടോ whatever, voltage I can represented as V0 sin omega t. കറണ്ടിന്റെ ഇക്വേഷന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. I is equal to I0 sin omega t ആണ് റെസിസ്റ്റീവ് AC സർക്യൂട്ടിൽ. ചേഞ്ച് ഒന്നുമില്ല, ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. റെസിസ്റ്റീവ് AC സർക്യൂട്ടിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് കപ്പാസിറ്റീവ് AC സർക്യൂട്ട് അല്ല ഇൻഡക്റ്റീവ് പറയാം ഫസ്റ്റ്. ഇൻഡക്റ്റീവ് AC സർക്യൂട്ടിലാണെങ്കിലും യു ക്യാൻ റെപ്രസെന്റ് V is equal to V0 sin omega t. ഇൻഡക്റ്റീവ് AC സർക്യൂട്ടാണ് ഞാൻ പറയുന്നത്, ഇൻഡക്റ്റീവ്. ഓക്കെ, ആൻഡ് കറണ്ട് ഐ ക്യാൻ റെപ്രസെന്റ് ആസ് I is equal to, ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിലൊരു I ഇല്ലേ, ഓർക്കാൻ വേണ്ടി പറയാം, I0 into sin omega t minus π/2 എന്ന് കൊടുക്കും. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തോ, ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഡിറൈവ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇൻഡക്റ്റീവ് AC സർക്യൂട്ട് എന്ന് എഴുതുമ്പോൾ ഒരു I ഉണ്ട്. സോ ഐനെ നമ്മളൊന്ന് ഹൊറിസോണലി പ്ലേസ് ചെയ്താൽ ഇറ്റ് ബിക്കം നെഗറ്റീവ്. സോ യു ക്യാൻ റിമെമ്പർ ലൈക്ക് ദാറ്റ് I is equal to I0 sin omega t minus π/2 എന്ന് ഓർത്ത് വയ്ക്കും. ഇനി കപ്പാസിറ്റീവ് രണ്ടെണ്ണം, ഇത് ഇൻഡക്റ്റീവ് പഠിച്ചാൽ പിന്നെ കപ്പാസിറ്റീവ് ഈസ് ഫൈൻ. V is equal to V0 sin omega t. എല്ലാത്തിലും വോൾട്ടേജ് V is equal to V0 sin omega t, no confusion in that. And current I is equal to, ഇൻഡക്റ്റീവിൽ നെഗറ്റീവ് ആണ്, കപ്പാസിറ്റീവിൽ പോസിറ്റീവ് ആയിരിക്കും. I is equal to I0 sin omega t plus π/2. ഈസി അല്ലേ? ഈ ഇക്വേഷൻസ് പഠിക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഓർക്കുക. ഒന്ന് ഇൻഡക്റ്റീവ് ക്ലിയർ ആയാൽ പിന്നെ കപ്പാസിറ്റീവ് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ഓൾസോ റിമെമ്പർ, ഇൻ ഇൻഡക്റ്റീവും കപ്പാസിറ്റീവിലും ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 വിത്ത് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇവിടെ നമ്മുടെ റെസിസ്റ്റീവ് AC സർക്യൂട്ടിൽ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്, രണ്ടും സൈൻ ഒമേഗ ടി അല്ലേ. ആൻഡ് ഇൻഡക്റ്റീവിലും കപ്പാസിറ്റീവിലും നോക്കിക്കേ, ഒരു π/2ന്റെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇൻഡക്റ്റീവിൽ യു ക്യാൻ സേ voltage is leading by a phase difference of π/2. And in capacitive you can say, എങ്ങനെ പറയും, current is leading by a phase difference of π/2. ഏതിൻ്റെ കൂടെയാണോ ആ സൈൻ്റെ ഉള്ളിൽ ആ ടേമിനെ നമ്മൾ ഫേസ് എന്ന് പറയാം, യു നോ
റൈറ്റ്. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു അല്ലെ സൈൻ ഒമേഗ ടി, സൈൻ്റെ കൂടെയുള്ള ആ ടേംസിനെ നമ്മൾ ഫേസ് എന്ന് പറയും. ഓക്കെ, അവർ തമ്മിലുള്ള ആ ഫേസസ് തമ്മിലുള്ള ഡിഫറൻസിനെ ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കും. സോ ഹിയർ ദ ആൻസർ ഈസ് പൈ ബൈ ടു. ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് അറിയാം. ഓക്കെ ആണല്ലോ. റെസിസ്റ്റീവ് എ സി സർക്യൂട്ടിൽ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. Capacitive AC circuit, there is a phase difference of pi by 2 with current and voltage. And in inductive AC circuit also there is a phase difference of pi by 2. Okay, yes. So moving on, next numerical question. A 15 microfarad capacitor is connected to 220 volt 50 hertz source. ഇനി നിങ്ങൾ പറ, ഈ ക്വസ്റ്റിനെ ഇവർ ഡയറക്റ്റ് പറയാത്തൊരു പോയിന്റ് ഞാൻ പറയാം. ഇറ്റ് ഈസ് ആൻ എ സി സർക്യൂട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? 220 വോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്തായിരിക്കും? ഇറ്റ് ഈസ് വി എന്ന് എഴുതാൻ പാടില്ല, ഇറ്റ് വിൽ ബി വി ആർ എം എസ്. ആൻഡ് 50 ഹെർട്സ് ഈസ് ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. ഫൈൻഡ് ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ആർ എം എസ് കറണ്ട്. ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. സോ ഫൈൻഡ് ദി കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് ആൻഡ് ആർ എം എസ് കറണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റൻസ് ഈസ് 15 മൈക്രോഫാരഡ് ആൻഡ് ഐ ക്യാൻ റൈറ്റ് 15 ഇൻറ്റു 10 ടു ദ പവർ ഫാരഡ് ആണ്, 10 ടു ദ പവർ -6 ഫാരഡ്. ഫൈൻ. വോൾട്ടേജ് വി ആർ എം എസ്, വെറുതെ വോൾട്ടേജ് എന്ന് എഴുതാൻ പാടില്ല, എ സി സോഴ്സ് ആണ്. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞ് തന്നിരുന്ന ഇറ്റ് വിൽ ബി വി ആർ എം എസ്. വി ആർ എം എസ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട് ആൻഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 50 ഹെർട്സ്. ഫൈൻ. Capacitive reactance തുടങ്ങുമല്ലേ. XC is equal to 1 by C omega. 1 divided by C യുടെ വാല്യൂ 15 into 10 to the power -6 and omega is 2 pi f. 2 pi into frequency 15 ഞാൻ ഡയറക്റ്റ് കൊടുത്തു. ഇനി സെയിം ഇക്വേഷൻ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒമേഗ is equal to 2 pi f. സോ 2 pi f ന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 15 into frequency 50 തന്നെയല്ലേ? യാ. സോ 15 into 100 pi 10 to the power -6. So 1 divided by 15 pi into 10 to the power -4. Check the calculation. So C യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗ 2 pi f ആണ്. സോ 2 pi into frequency 50 substituted. So 2 into 50 I know 100 ആണ്. So 15 into 100 pi into 10 to the power -6 എന്ന് കൊടുത്തു. 100ഉം ആ 10 to the power -6 കൂടെ ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 to the power -4 കിട്ടുന്നു, 15 pi എന്ന് കിട്ടുന്നു. സോ ലൈക്ക് ദിസ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നിർത്താം, ബട്ട് ഏറ്റവും ആക്യുറേറ്റ്ലി നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യണം. 15 into 3.5 എത്ര വരും? സോ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 46-47 ഒക്കെ വരും അല്ലേ? സോ ഒരു 10 to the power -4 എന്ന് ഞാൻ എഴുതാണ്. So from here -4 up പോയി 10 to the power -4 divided by 47. You can do it approximately. ഇതിൽ ഒരു ഇഷ്യൂ ഇല്ല, ബിക്കോസ് കാൽക്കുലേഷൻ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏറ്റവും ആക്യുറേറ്റ്ലി ആൻസർ ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 2 point something വരും അല്ലേ? സോ അപ്രോക്സിമേറ്റ്ലി ഐ എം റൈറ്റിംഗ് ഒരു 2.1 ഒക്കെ വരും. 47 100 by 47 എന്ന് പറയുമ്പോൾ ഒരു 2 point something 2.1 something വരും. Into 10 to the power 100 എടുത്തു, 2 വന്നു. സോ ഐ എം ഗെറ്റിംഗ് 2110 അപ്രോക്സിമേറ്റ്ലി ഐ എം ഗെറ്റിംഗ് ഒരു 2110 വാല്യൂ ഒക്കെ വരും. മതി. XC അല്ലേ റെസിസ്റ്റൻസ്. ഓക്കെ ആണോ? കാൽക്കുലേഷൻസ് കണ്ട് പേടിക്കണ്ട. നിങ്ങൾ ബോർഡ് എക്സാമിനാണെങ്കിൽ പോലും കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കേസിൽ മാക്സിമം ആക്യുറേറ്റ്ലി ചെയ്തു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നമ്മൾ സ്കൂളിൽ വെച്ച് പഠിച്ചതല്ലേ. നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുക. അധികം വലിയ എറേഴ്സ് ഒന്നും ബ്ലണ്ടേഴ്സ് ഒന്നും വരില്ലല്ലോ. മതി. ആൻഡ് വാട്ട് ഐ ഓൾസോ ഹാവ് ടു ഫൈൻഡ് RMS കറണ്ട്. സോ സിമിലർലി നമുക്കറിയാം RMS കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, IRMS. ആൻഡ് ഐ നോ IRMS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് I0 by √2. I0 ഒന്നുമില്ല. √(I1² പ്ലസ് അതൊന്നും നടക്കില്ല. ആൻഡ് ഹിയർ ഓൾസോ ഐ ക്യാൻ റൈറ്റ് VRMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. VRMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. ആൻഡ് VRMS ഈസ് 220 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഈസ് 2110. സോ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? ഒരു 1 ഇല്ല, ബട്ട് 0.1
1 something, 1 point something കിട്ടും അല്ലേ? പവർ എന്തിനാ എഴുതാം? 1 point something, 1.01 മതി ആംബിയേഴ്സ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ? കാൽക്കുലേഷന്റെ പാർട്ട് നിങ്ങൾ ഓർക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് സൈഡിലൊന്ന് ഡിവൈഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 44 millihenry inductor is connected to 220 volt, similar question, right? 50 hertz is AC supply. Determine the RMS value of current in the circuit. RMS value of current calculate cheyana nammalodu paraya. So in this case also, you know, it is an AC source aanu. So ee 220 is VRMS, not V, and 50 hertz is frequency. ഇൻഡക്ടർ ആണ്, ഇൻഡക്ടൻസ് ആണ്. ദിസ് വൺ വിൽ ബി ഇൻഡക്ടൻസ്. സ്കൂൾ എക്സാമിന് ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾ എടുത്ത് തന്നെ നമുക്ക് എഴുതാം. സോ ഇൻഡക്ടൻസ് L ഈസ് ഈക്വൽ ടു 44 മില്ലി ഹെൻറി. സോ 44 ഇൻറ്റു യു ക്യാൻ റൈറ്റ് 10 to the power minus 3 ഹെൻറി. ആൻഡ് VRMS ഈസ് ഗിവൺ ബൈ VRMS ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. ആൻഡ് ഫ്രീക്വൻസി, ഐ നോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 50 ഹെർട്സ്. Determine the RMS value of current in the circuit എന്ന് പറയാം. RMS value calculate ചെയ്യാൻ. RMS value calculate ചെയ്യാനായിട്ട് I know VRMS is equal to RMS value of current. IRMS given അല്ലേ നമ്മൾ. Okay, so I can write IRMS is equal to, IRMS ന്റെ ഇക്വേഷൻ എന്താ? ഈ കേസിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? IRMS is equal to I0 by root 2 അല്ല. IRMS is equal to root of I1 square plus I2 square alla, and you have to use IRMS is equal to VRMS divided by effective resistance in the circuit. ഈ കേസിൽ effective resistance എന്തായിരിക്കും? Because an inductor is connected. An inductor connect ചെയ്യുമ്പോൾ inductive reactance, right? Inductor is offering a resistance. So I can write this as VRMS divided by XC, not XL. Inductor അല്ലേ XL. And I can write VRMS divided by XL is equal to L omega. Okay അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. VRMS I know 220. L omega is L ന്റെ വാല്യൂ നമുക്കറിയാം 44 into 10 to the power minus 3, and omega is 2 pi into 50. Okay അല്ലേ? Yes. So ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 220 എല്ലാം ഗിവൺ ആണ്. ഇനി ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. IRMS ഈസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ R ഓർ XL. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് എത്ര വരും? 220 44 കൂടെ എനിക്കൊന്ന് കട്ട് ചെയ്യാം അല്ലേ? 22 I am getting not 22. So what we are getting 2 കിട്ടി. Yeah, 2 കിട്ടി. പിന്നെ ക്യാൻസൽ ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. So there is a 10, 0, 0 cancels. So I am getting 1 divided by 2 into 10 to the power minus 3 into 10 pi. Is it? Check it. Calculations. 22 ഉം 44 കൂടെ cancel ചെയ്തു. So 2 വന്നു. And 0യും 50ലെ ഒരു 0യും കൂടെ cancel ചെയ്തു. So numeratorൽ ഒന്നുമില്ല. And 2 into 10 to the power minus 3 into 10 pi. So I can write 1 divided by 2 pi into 10 to the power minus 2, and I am getting 10 square divided by 2 pi. Yeah, so 10 square divided by 2 pi, 2 into 3.14, approximately 6.28 I am getting. So 100 divided by 6. What we will obtain? 100 divided by 6 എന്ന് പറയുമ്പോൾ 1, then 40, 6, so ഒരു 16 point something നമുക്ക് വരും അല്ലേ? So 16 enough. So I am getting approximately ഒരു 16ന്റെ അടുത്തൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക ആംബിയസ്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? യെസ്. സോ മൂവിങ് ഓൺ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് 150 watt. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേവരെ ചെയ്തിട്ടില്ല. 220 volt AC supply of 60 hertz. Calculate the resistance of the bulb and RMS current through the bulb.
പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിമിലർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ NCERTയിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നോക്കാം. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് 150 watt ഈസ് പവർ, യു നോ റൈറ്റ്. പവറിൻ്റെ യൂണിറ്റ് ആ വാട്ട്സ് നമുക്കറിയാം. സോ ഐ എം ഗെറ്റിംഗ് പവർ ഈസ് ഈക്വൽ ടു 150 watts. And voltage is given 220 volt. So voltage is AC ആണ്. So if you want you can write VRMS is equal to 220 volt. Frequency is given 60 hertz. Frequency is 60 hertz. What I need to find? Resistance of the bulb ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പവർ ഉണ്ട്, VRMS ഉണ്ട്, and I know ഒരു ബൾബിൻ്റെ കേസിൽ ഒരു റെസിസ്റ്റീവ് AC സർക്യൂട്ടിൻ്റെ കേസിൽ പവർ I can write as power is equal to VRMS into IRMS എന്ന് വെറുതെ എഴുതിയാൽ മതി. ഓക്കെ, ബട്ട് ഇവിടെ IRMS കൊടുത്തിട്ടില്ല. IRMS we can calculate. IRMS is equal to, from here I am writing IRMS is equal to P divided by VRMS, right? P is 150 divided by VRMS is 220. Cancel ചെയ്തു. 15 divided by 22. Last divide here. Okay. And next I want to find resistance ചോദിച്ചിരിക്കുന്നത്. IRMS അല്ല. So I can calculate the resistance. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്യാം. VRMS ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു R. V is equal to IR. നമ്മുടെ ഡയറക്റ്റ് ഓംസ് ലോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻസ് ചെയ്യാം. വൈൽ ഡൂയിങ് ഇറ്റ് യു വിൽ ഗെറ്റ് ഏത് ഇക്വേഷൻ, കുറേ ഇക്വേഷൻസ് ഉണ്ട്. യു ക്യാൻ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് യൂസിങ് ദ ഇക്വേഷൻ ഓഫ് പവർ, or I am using Ohm's law, direct V is equal to IR എന്നുള്ള ഇക്വേഷൻ. I can calculate R is equal to V by I എടുക്കും. So I know R is equal to VRMS divided by IRMS. And VRMS value is VRMS 220 given ആണ് അല്ലേ. IRMS is 15 divided by 22. So I can write 220 into 22 divided by 15. Easy അല്ലേ. So I am getting 4840 divided by 15, right? ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ? ഒരു 300 റേഞ്ച് വരും അല്ലേ. നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 15ഉം 48ഉം 3 വരും, 34 ഒരു 2 വരും, ആൻഡ് ദെൻ 32 20. സോ 1 എത്ര കിട്ടും നമുക്ക് അപ്രോക്സിമേറ്റ്ലി? നിങ്ങളിന്ന് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഐ എം ഗെറ്റിംഗ്, ഐ വിൽ റൈറ്റ് ഹിയർ. സോ റെസിസ്റ്റൻസ് ഐ എം ഒബ്റ്റെയിനിങ് R ഈസ് ഈക്വൽ ടു 48 3 വരും, 34 വരും, സോ 2 വരും, then 30 40, so 34 40 വരും, സോ ഒരു 2 തന്നെ വരും അല്ലേ. 322 അപ്രോക്സിമേറ്റ്ലി, സം ഡെസിമൽ പോയിന്റ് വിൽ ബി ദിയർ. സോ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 322 ഓംസ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ ആണോ നോക്കിക്കേ. ഇതേ ഫോമാറ്റിലല്ലാതെ ഏത് മെത്തേഡ് വേണേൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ എം നോട്ട് ബ്ലോക്കിംഗ് യു. നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. കാൽക്കുലേഷൻസ് യുവർ ഡിസിഷൻ, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ചെയ്യാം, നോ ഇഷ്യൂസ്. ആൻഡ് RMS കറണ്ട് ത്രൂ ദ ബൾബ്. RMS കറണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു അല്ലേ. ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വി ഓൾറെഡി ഗോട്ട് RMS കറണ്ട് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ RMS കറണ്ട് അല്ലേ, IRMS ഐ ക്യാൻ റൈറ്റ് 15 divided by 22 amperes. ഓക്കെ ആണല്ലോ. ആൻഡ് റെസിസ്റ്റൻസ് ഐ എം ഗെറ്റിംഗ് 322, അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് 322 ഓംസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ആണല്ലോ? യാ. An AC voltage V is equal to V0 sin omega t is applied across a pure inductor. Obtain the expression for current I in the circuit, and hence obtain inductive reactance and phase of current voltage തമ്മിലുള്ള phase difference calculate ചെയ്യാൻ ചോദിച്ചിരിക്കുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. എല്ലാ വർഷങ്ങളിലും AC-ന്ന് ഇതേപോലെ ഒരു ഡെറിവേഷൻ ചോദിക്കും. ഐദർ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് AC സർക്യൂട്ടിലാവാം. ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ഷുവർ ആണ്. ഓക്കെ,
സ്റ്റാർട്ടിങ് തൊട്ടേ ഞാനിങ്ങനെ ഡെറിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കല്ല. ഇതിൽ ഡെറിവേഷൻസ് ഒന്നും അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ജസ്റ്റ് ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഡു. AC voltage V is equal to V0 sin omega t applied across a pure inductor. So I am drawing the figure. So an AC circuit connected to an inductor. Inductor means നമ്മുടെ coil, solenoid. Okay, inductor of inductance L. AC voltage is given as V is equal to V0 sin omega t. Fine. കറണ്ടിന് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാ പറയാം. സോ ഇതിനായിട്ട് ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ നോ വെൻ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ആൻ ഇൻഡക്ടർ, നമ്മളൊരു ഇൻഡക്റ്റൻസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് EMF ഇൻഡ്യൂസ്ഡ് ഓർമ്മയുണ്ടോ? സോ ഐ എം റൈറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് when AC current flows through an inductor is equal to minus L into di by dt. Do you remember this equation from Lenz's law we are getting? Okay, Lenz's law നമുക്കറിയാം EMF is equal to minus d phi by dt ആണ്. സോ നമുക്ക് ആ d phi ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് minus L into di by dt. Actually I am getting this from Lenz's law. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും പഠിക്കുന്ന ഏരിയയിൽ നമ്മൾ കാണുന്നതാണ് കറണ്ട് ഇൻ ടേംസ് ഓർ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡ്യൂസ്ഡ് EMF ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും രണ്ട് ഇക്വേഷൻസ് നമ്മൾ കാണുന്നു. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു di by dt, വെയർ L ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ല ഇൻഡക്റ്റൻസ്, I കറണ്ട്, di by dt നമ്മുടെ ഡിഫറൻഷ്യൽ. ഓക്കെ, so and also I know an AC current is flowing. ഈ AC കറണ്ടിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF കാണുക. സോ ഐ ക്യാൻ റൈറ്റ്, നമുക്കറിയാം കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ, ഫ്രം കിർച്ചോഫ് വോൾട്ടേജ് റൂൾ ഐ നോ എന്തറിയാം നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് റൂളിൽ നിന്ന് എനിക്കറിയാം സം ഓഫ് വോൾട്ടേജസ് അക്രോസ് എ ജംഗ്ഷൻ വിൽ ബി അക്രോസ് എ സർക്യൂട്ട് വിൽ ബി 0, റൈറ്റ്? സോ ഐ എം റൈറ്റിംഗ് epsilon, നമ്മുടെ ഓൾറെഡി ഉള്ള V plus epsilon I can write. Okay, V is the voltage, AC voltage I am substituting. V plus epsilon is equal to 0 and I know V is equal to V0 sin omega t. V ക്ക് ഞാൻ substitute ചെയ്യുന്നു. Epsilon is minus L into di by dt and which is equal to 0, I know. So from here I can write V0 sin omega t is equal to minus other side L into di by dt, and now I can cross multiply. So V0 into sin omega t dt is equal to L di. Okay, let's check it. V0 sin omega t dt, cross multiplying, വേറെ ഒന്നും ചെയ്യുന്നില്ല. V0 sin omega t dt is equal to L into di. Now I can integrate what I will obtain? Integral V0 sin omega t dt is equal to integral L di. L constant ആണ്, I know. So I am getting V0 im constant, V0 into integral sin omega t dt is equal to, ഞാൻ എല്ലാ സ്റ്റെപ്സും എഴുതുന്നുണ്ട്, L into integral di. കഴിഞ്ഞു, ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. P0 into integral sin omega t dt is I know minus cos omega t divided by omega ആണ്, integration ആണ്. And there is another negative, ഇല്ല നെഗറ്റീവ് പോയായിരുന്നു അല്ലേ, minus cos omega t divided by omega is equal to L into I എന്ന് കിട്ടി. And I want to calculate I, so I is equal to we can write V0 by omega into L cos omega t. ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ചെക്ക് ഇറ്റ്. റീഅറേഞ്ചിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, നോ അഡീഷണൽ സ്റ്റെപ്സ്. V0 into മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു LI. എല്ലിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. സോ V0 ഡിവൈഡഡ് ബൈ L ഒമേഗ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി ഈക്വൽ ടു I എന്ന് എഴുതി. ഓക്കെ ആണോ? യെസ്. ആൻഡ് നൗ ഐ ക്യാൻ റൈറ്റ്
മൈനസ് കോസ് ഒമേഗ ടിയെ അയക്കാം. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനോ ഇതൊരു ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ടാണ്. ആൻഡ് ഐ ക്യാൻ റൈറ്റ് V0 ഡിവൈഡഡ് ബൈ ഒമേഗ എൽ ഇൻറ്റു കോസ് മൈനസ് കോസ് തീറ്റ. ഐ ക്യാൻ റൈറ്റ് സൈൻ ഒമേഗ ടി മൈനസ് 90 അല്ലെ π/2 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ current across an inductive AC circuit, and I can write it as in a better way. So ഇവിടെ ഇതാണ് I is equal to V0 by omega L. V0 by omega L എന്ന് വെച്ചിട്ട് ആക്ട് ആസ് എ I0 പോലെ ആക്ട് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ്. വോൾട്ടേജ് കറണ്ടിന്റെ ഇക്വേഷൻ ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എ വാല്യൂ മീൻസ് ദ വാല്യൂ ഷുവർലി വിൽ ബി റെസിസ്റ്റൻസ്. അതുകൊണ്ട് നമ്മൾ ഒമേഗ എൽ എന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ വിളിക്കാം. So I0 into sin omega t minus π/2 നമുക്ക് ഇക്വേഷൻ കിട്ടാണ്. This is the derivation. We did it. Okay ആണോ? Check it. Inductive reactance of the circuit. From here I can write XL, inductive reactance. ഈ V0 divided by something എന്നുള്ള something will be the resistance. XL I can write as L omega. And from this equation, voltage I am substituting is V0 sin omega t, and current flowing through the circuit will be V0 sin omega t minus π/2. From that I am sure that the phase difference phi is equal to π/2 in this case. Okay ആണോ എന്ന് ചെക്ക് ചെയ്തേ. ഡെറിവേഷൻ ഓക്കെ ആണോ എന്ന് നോക്കിയേ. എവറിത്തിങ് ഫൈൻ. ഇതേ സിമിലർ കേസ് നമ്മളോട് വേണമെങ്കിൽ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടും ചോദിക്കാം. ഓക്കെ, കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് ചോദിക്കാം, അല്ലെ ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് ചോദിക്കാം. ആവറേജ് പവർ ഓവർ ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട്, ആവറേജ് പവർ ഓവർ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട്, അല്ലെങ്കിൽ ആവറേജ് പവർ ഓവർ LCR സർക്യൂട്ട്. ഇതെല്ലാം സിമിലറാണ്. ഞാൻ നിങ്ങളെ പല പല പേരുകൾ പറഞ്ഞ് പേടിപ്പിക്കുമല്ല. സോ ഇതെല്ലാം സിമിലർ ആണ്. നമ്മൾ ഒരു ഡെറിവേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡെറിവേഷനും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? സോ എ സിയിലെ മജോറിറ്റി ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ കണ്ടത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. എങ്ങനെയാണ് RMS വാല്യൂ ഡിഫൈൻ ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, ഓർമ്മയുണ്ടാവും. ഒരു പെർട്ടിക്കുലർ DC സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഹീറ്റ്. ആ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട AC കറണ്ടിനെയാണ് IRMS എന്ന് വിളിക്കുക. AC വോൾട്ടേജ് ആണ് ഐ എം കോളിംഗ് as VRMS. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ഒരു റെസിസ്റ്റീവ് എ സി സർക്യൂട്ട്. റെസിസ്റ്റീവ് എ സി സർക്യൂട്ടിൽ ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു. സോ കറണ്ടും വോൾട്ടേജും ഒരേപോലെയാണ്. V is equal to V0 sin omega t and current I is equal to I0 sin omega t. And if you are representing it graphically, ഇവർ ഒരേപോലെ പീക്കിലെത്തും, ഒരേപോലെ സീറോ ആവും, അങ്ങനെ ആയിരിക്കും പോകും. ഓക്കെ, and then we have seen inductive AC circuit. Inductive AC circuitil കറണ്ടും വോൾട്ടേജും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് ദെൻ ലാസ്റ്റ്ലി നമ്മൾ കണ്ടത് എന്തായിരുന്നു? കപ്പാസിറ്റീവ് AC circuit. There is also a phase difference between current and voltage. സോ ഇത്രയും കാര്യങ്ങളാണ് എ സിയുടെ ഫസ്റ്റ് പാർട്ടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇത്രയും ഏറ്റവും നീറ്റായിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അതേ ഓർഡറിൽ ഫോളോ ചെയ്യുക. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് ഡെറിവേഷൻ പഠിക്കാതെ ഒരു പക്ക ഓർഡറിൽ പോവുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് എ സി. ഇതിൽ നിങ്ങൾക്ക് ലൈക്ക് ഡെറിവേഷൻസ് ഒക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ചാപ്റ്റർ. സോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എ സി. ഫസ്റ്റ് റെസിസ്റ്റീവ് എ സി സർക്യൂട്ടിന് ഒരു ബേസിക് എ സിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് V0, I0, VRMS, IRMS ഒക്കെ പഠിച്ചിട്ട് നേരെ റെസിസ്റ്റീവ് എ സി സർക്യൂട്ട് നോക്കുക. റെസിസ്റ്റീവ് എ സി സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു കറണ്ടിൻ്റെ ഇക്വേഷൻ അത് പെട്ടെന്ന് കിട്ടും. കറണ്ടിൻ്റെ ഇക്വേഷൻ, ആവറേജ് പവർ, പിന്നെ അവരുടെ ഫേസർ ഡയഗ്രാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആയ ഉടനെ ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് നോക്കുക. അതിൽ കറണ്ടിനെ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തു. കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. ദെൻ ആവറേജ് പവറിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ആവറേജ് പവർ 0 ആയിരിക്കും. ദെൻ ഫ്രം ദെയർ അവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ഫേസർ ഡയഗ്രാം നോക്കും. സിമിലർലി കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിൻ്റെ ആദ്യം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ കപ്പാസിറ്ററിൻ്റെ C is equal to നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ, കപ്പാസിറ്റൻസ് C is equal to Q/V. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആക്ച്വലി അവിടെ ഡിറൈവ് ചെയ്യുന്നത്. സോ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പവർ പിന്നെ ഫേസർ ഡയഗ്രാം ഒക്കെ വരച്ച് ഏറ്റവും നീറ്റായിട്ട് പഠിക്കുക. ഡയഗ്രാംസ് ഒക്കെ ഏറ്റവും നീറ്റായിട്ട് വരയ്ക്കുക. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റും.
ഓക്കെ ആണല്ലോ. സോ ഈസിയുടെ റിമൈനിങ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.